നമസ്കാരം. ഇരു മുന്നണികൾക്കും, അതായത് കോൺഗ്രസിനും എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഇലക്ഷനാണ് ഇപ്പോൾ നിലമ്പൂരിൽ നടക്കുന്നത്. അതായത് 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടുള്ള അതിൻ്റെ ഒരു ചെറുപൂരം എന്ന് വേണമെങ്കിൽ പറയാം. വൻപൂരം തൃശ്ശൂർ പൂരം 2026 തെരഞ്ഞെടുപ്പാണ് എങ്കിൽ അതിൻ്റെ ഒരു മിനി പൂരമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ യു ഡി എഫിനും എൽ ഡി എഫിനും അത് വലിയ തോതിൽ നല്ല സമ്മർദ്ദത്തിൽ ആക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എൽ ഡി എഫിനാണെങ്കിൽ മൂന്നാം വട്ടവും അധികാരത്തിലേക്ക് എത്തുന്നതിനുള്ള ഒരു വഴിയായിട്ട് വേണം എങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ കാണാം. മാത്രവുമല്ല, ഇത്ര നാളും തങ്ങൾക്ക് ഏകദേശം 11 വർഷത്തോളം തങ്ങളുടെ കയ്യിലിരുന്ന മണ്ഡലം തിരിച്ചു തിരിച്ചു കൊടുക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ദഹിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അതായത് PV അൻവറിനെ സ്വതന്ത്രനായിട്ട് നിർത്തി മത്സരിപ്പിച്ച മണ്ഡലം ഈ എൽ ഡി എഫിൻ്റേതാക്കണം എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് എൽ ഡി എഫിൻ്റെ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ ആ പ്രവർത്തന രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് എന്ന് എടുത്തു പറയണം. മാത്രമല്ല, മൂന്നാമത്തെ ടേമിലേക്ക് പോകാനുള്ള ഒരു സ്റ്റെപ്പ് സ്റ്റോൺ എന്നൊക്കെ പറയാവുന്നത് പോലെ ഒരു ചവിട്ടുപടിയായിട്ട് വേണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ കാണാം. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് അവർക്ക് നിർണായകമാണ്. എന്നാൽ നേരെ തിരിച്ച് യു ഡി എഫിനാകട്ടെ ഈ ഷൗക്കത്തിനെ ജയിപ്പിക്കുക എന്നത് നിർണായകമായ ഒരു കാര്യമാണ്. കാരണം അവർ അടുത്ത ടൈമിൽ 2026 ഭരണത്തിലേക്ക് പോകണം എന്ന ദൃഢനിശ്ചയത്തോടു കൂടിയാണ് കോൺഗ്രസിൻ്റെ എല്ലാ പ്രവർത്തകരും എല്ലാ നേതാക്കളും മറന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ള എടുത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിലെ എല്ലാ നേതാക്കളും ഇപ്പോൾ വലിയ തോതിലുള്ള ഒരേ മനസ്സോടു കൂടിയുള്ള പ്രവർത്തനം, ചിട്ടയായ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്നത്. ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നും എല്ലാവിധ പിന്തുണയും ഉണ്ട് എന്ന് പലവട്ടം രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞു. പലപ്പോഴും പല നേതാക്കളും ഇവിടെ എത്താനിരിക്കുന്നു തെരഞ്ഞെടുപ്പിന്. അതുകൊണ്ട് എല്ലാ ആളുകളും ഇപ്പോൾ ഈ ഏരിയയിലേക്ക് നിലമ്പൂരിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് നീങ്ങുകയാണ് എന്നുള്ളതാണ്. ഇനി എൽ ഡി എഫിൻ്റെ കാര്യം പറഞ്ഞാൽ എൽ ഡി എഫിൽ ഈ എം സ്വരാജ് എന്ന് പറയുമ്പോൾ അടുത്ത് മാർക്സിസ്റ്റ് പാർട്ടിയെ നയിക്കേണ്ട, CPM-നെ നയിക്കേണ്ട യുവതലമുറയിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള, ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പേരുകാരനാണ്. അതായത് യുവതലമുറയിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളുകളിൽ ഒരാളാണ് ഈ എം സ്വരാജ് വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു വർഷം അദ്ദേഹത്തെ മന്ത്രി കസേരയിൽ ഇരുത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിനുള്ള നീക്കങ്ങൾ പിണറായി വിജയൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പകരം മാറുന്നത് ആരായിരിക്കും എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായ MB രാജേഷിനെ മാറ്റിയിട്ട് ആ വകുപ്പ് അദ്ദേഹത്തിന് നൽകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത്. MB രാജേഷിനോട് പിണറായി വിജയന് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ, അതായത് ആ റോഡ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഉള്ള ചെറിയ പ്രശ്നങ്ങൾ ഇപ്പോഴും മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ MB രാജേഷിനെ മാറ്റി ആ സ്ഥാനത്തേക്ക് എം സ്വരാജ് കടന്നു വരും എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും എം സ്വരാജ് നിലമ്പൂരിൽ നിന്ന് ജയിച്ചാൽ മന്ത്രിയാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.